നമസ്കാരം. നാടിനെ നടുക്കിയ അതിക്രൂരമായ കൊലപാതകമാണ് ഇന്നലെ കൊല്ലത്ത് നടന്നത്. ഉളിയകോവിലിൽ ഫെബിൻ എന്ന 22-കാരനെയാണ് തേജസ് വീട്ടിൽ കയറി കുത്തിക്കൊന്നത്. കാരണം പ്രണയപ്പക. പ്രതിയായ തേജസ് രാജ് ലക്ഷ്യമിട്ടത് ഫെബിന്റെ സഹോദരിയായിരുന്നു. ഫ്ലോറി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാനായിരുന്നു തേജസിന്റെ പദ്ധതി. എന്നാൽ കയ്യിൽ കിട്ടിയത് ഫെബിനെ. കൊല്ലപ്പെട്ട ഫെബിന്റെ സഹോദരിക്ക് മറ്റൊരു വിവാഹം നിശ്ചയിച്ചു. ഇത് തേജസിന്റെ പകയ്ക്ക് കാരണമായി. ഫെബിന്റെ സഹോദരിക്ക് വിവാഹം നിശ്ചയിച്ചത് അവരുടെ മാതാപിതാക്കളോടുള്ള തേജസിന്റെ വിരോധത്തിന് കാരണമായി എന്നാണ് FIR പറയുന്നത്. സഹോദരനെയും മാതാപിതാക്കളെയും കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശം തന്നെയായിരുന്നു തേജസിന്. ഒരു വെള്ളക്കാറിൽ പർദ്ദയണിഞ്ഞാണ് തേജസ് ഫെബിന്റെ വീട്ടിലേക്ക് എത്തിയത്. കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ഫെബിനെയും കുടുംബത്തെയും വകവരുത്തുക, അതായിരുന്നു തേജസിന്റെ ലക്ഷ്യം. ഫെബിന്റെ ജീവൻ നഷ്ടമായി. പിതാവ് ആശുപത്രിയിലാണ്. കൊല്ലം ഉളിയകോവിലാണ് വിദ്യാർത്ഥിയെ കുത്തിക്കൊലപ്പെടുത്തി യുവാവ് ജീവനൊടുക്കിയിരിക്കുന്നത്. ഇന്നലെ രാത്രി 7 മണിക്കാണ് ഈ സംഭവം നടന്നത്. പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ പെട്രോൾ കയ്യിൽ കരുതി. എന്നാൽ അവിടെ ചെന്നപ്പോൾ ആ പെൺകുട്ടി ഇല്ല. അതുകൊണ്ട് തന്നെ അച്ഛന്റെ കയ്യിൽ ഇരുന്ന കത്തി പിടിച്ചു വാങ്ങി ഫെബിനെ കുത്തിക്കൊന്നു. അച്ഛൻ മകന് പേരയ്ക്ക് അരിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കത്തിയാണ് പ്രതി പിടിച്ചു വാങ്ങിയത്. ഉടൻ തന്നെ സ്ഥലത്ത് നിന്ന് ഇയാൾ രക്ഷപ്പെടുകയും ചെയ്തു. ഫെബിന്റെ പിതാവുമായി സംഭവ സ്ഥലത്ത് വെച്ച് ഒരു വാക്കുതർക്കം നടന്നിരുന്നു. ഇതിനിടെയാണ് തടയാനെത്തിയ ഫെബിനെ കുത്തിയത്. ഫെബിനെ കുത്തിയതിനു ശേഷം കാറും എടുത്താണ് പ്രതി അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. തുടർന്ന് കടപ്പാക്കടയിൽ വെച്ച് ട്രെയിനിന് മുന്നിൽ ഇയാൾ ചാടി ജീവനൊടുക്കി. ആക്രമണത്തിൽ ഫെബിന്റെ അച്ഛന് പരിക്കേൽക്കുകയും ഇദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു അടിയന്തര ശസ്ത്രക്രിയ വേണ്ടിവന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെടുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഫെബിന്റെ മാതാവ് മകന്റെ മരണം ഇതുവരെയും അറിഞ്ഞിട്ടുമില്ല. ഫാത്തിമ മാത നാഷണൽ കോളേജിലെ 2ാം വർഷ BCA വിദ്യാർത്ഥിയായിരുന്നു ജോർജ് ഗോമസിന്റെ മകനായ ഫെബിൻ ജോർജ് ഗോമസ്. ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഗ്രേഡ് SI നീണ്ടകര പുത്തൻതുറ തെക്കേടത്ത് രാജുവിന്റെ മകൻ തേജസ് രാജാണ് ചമ്മാൻമുക്ക് റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപത്ത് ട്രെയിൻ തട്ടി മരിച്ചത്. ഫെബിന്റെ സഹോദരിയും തേജസ് രാജും ഒരുമിച്ച് പഠിച്ചിരുന്നവരാണ്. ബാങ്ക് കോച്ചിംഗ് സെന്ററിൽ പ്രണയത്തിലായ ഇരുവരും വീട്ടിൽ കാര്യം പറഞ്ഞു. വീട്ടുകാരുടെ സമ്മതത്തോടുകൂടി വിവാഹം ഉറപ്പിച്ചു. പിന്നീട് ഫെബിന്റെ സഹോദരിക്ക് ജോലി ലഭിച്ചു. ഇതോടുകൂടി യുവതി ബന്ധത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. തേജസ് വിളിച്ചപ്പോൾ ഫോൺ എടുത്തിരുന്നില്ല. ഇത് വൈരാഗ്യത്തിന് കാരണമായി. യുവതിയെ ലക്ഷ്യമിട്ടാണ് പ്രതി വീട്ടിലെത്തിയത് എന്ന് പോലീസും സ്ഥിരീകരിക്കുന്നു. ബന്ധം തുടരണമെന്നാവശ്യപ്പെട്ടാണ് യുവതിയെ തേജസ് ശല്യപ്പെടുത്തിയത്. ഇത് വീട്ടുകാർ വിലക്കി. ഈ വൈരാഗ്യം യുവതിയുടെ സഹോദരനെ കൊലപ്പെടുത്തുന്നതിൽ കലാശിച്ചു. കുത്തേറ്റ ഫെബിൻ രക്ഷപ്പെടാൻ റോഡിലേക്ക് ഇറങ്ങിയെങ്കിലും നിലത്ത് വീണു. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആക്രമണത്തിന് ശേഷം അതേ കാറിൽ തന്നെയായിരുന്നു ഏകദേശം 3 കിലോമീറ്റർ അകലെയുള്ള ചെമ്മാൻമുക്ക് റെയിൽവേ മേൽപ്പാലത്തിനടിയിൽ തേജസ് എത്തിയത്. അവിടെ കാർ ഉപേക്ഷിച്ച ശേഷമാണ് ഇയാൾ ട്രെയിനിന് മുന്നിൽ ചാടിയത്. കാർ നിർത്തിയ ശേഷം കൈത്തണ്ട മുറിച്ച് ട്രെയിനിന് മുന്നിലേക്ക് ചാടുകയായിരുന്നു. മൃതദേഹം 100 മീറ്ററോളം അകലെയാണ് പതിച്ചത്. കാറിൽ ഒരു കുപ്പിയിൽ പെട്രോൾ സൂക്ഷിച്ചിരുന്നു. കാറിനകത്തും പുറത്തും രക്തക്കറയും ഉണ്ടായിരുന്നു. കൈത്തണ്ട മുറിച്ചപ്പോൾ സംഭവിച്ചതാകാം രക്തക്കറകൾ എന്നാണ് പോലീസ് നിഗമനം.